എന്തുകൊണ്ടാ ഈ മണ്ഡലത്തിൽ രമേഷ് പിഷാരടി വരാൻ കാരണം? ആ ഷാഫിക്ക് ഒരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി കോൺഗ്രസ്, കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിന് MP ആയി മത്സരിപ്പിച്ചു. ആ MP ആയി മത്സരിപ്പിച്ചു, വടകരയിൽ പോയിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് ഒരു പ്രസക്തി ഇല്ല എന്ന് നല്ല ധാരണയുണ്ട് ഷാഫിക്ക്. എന്നാൽ ഷാഫിയെ ദേശീയ രാഷ്ട്രീയത്തിൽ, കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതും അവരുടെ അകത്ത പ്രശ്നങ്ങളാണ്. അപ്പൊ ഷാഫി അത് മനസ്സിലാക്കിയിട്ടാണ് ആരെ കൊണ്ടുവന്നത്? രമേഷ് പിഷാരടിയെ കൊണ്ടുവന്നത്. അപ്പൊ രമേഷ് പിഷാരടിയെ കൊണ്ടുവരിക, എന്നിട്ട് BJP കോൺഗ്രസ് ഡീൽ വെക്കുക. ഇവിടെ പാലക്കാട് മണ്ഡലം BJPക്ക് വോട്ട് മറിച്ച് ചെയ്യുക. അപ്പോൾ ആര് തോൽക്കും? സ്വാഭാവികമായും കോൺഗ്രസിന്റെ സീറ്റാണല്ലോ അത് തോൽക്കുക. അപ്പൊ എന്താണ് അതിന്റെ ലക്ഷ്യം? തോറ്റാൽ ഷാഫി ഇല്ലാതെ പാലക്കാട് മണ്ഡലം ജയിക്കാൻ സാധ്യതയില്ല എന്ന ദൗത്യം, അദ്ദേഹത്തിന്റെ ദൗത്യം വിജയിച്ചു. ഷാഫി ഇല്ലാതെ ഈ പാലക്കാട് മണ്ഡലം ജയിക്കാൻ കഴിയില്ല എന്ന ഒരു വലിയ പ്രതീതി ഉണ്ടാക്കുക, അത് കോൺഗ്രസിനകത്ത്. അപ്പോൾ കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഷാഫിയെ വിളിച്ച് ഇവിടെ നിർത്തും. ഇതാണ് ലക്ഷ്യം.